മരണാനന്തര ജീവിതങ്ങൾ. അഷിത എഴുതിയ കഥ. അവതരണം സജീവ് മക്കോദ. തണുത്ത് വിറങ്ങലിച്ചൊരു വൈകുന്നേരമായിരുന്നു അത്. ചായക്കോപ്പയുമായി ഞാൻ വിമലയെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അവൾ അടുക്കളയുടെ ജനലിലൂടെ പുറത്ത് മൈതാനത്തിലെ പന്ത് കളി നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ അരികിൽ ചായ അനുനിമിഷം തണുത്തുകൊണ്ടിരുന്നു. പുറത്ത് പന്ത് കളിക്കുന്ന ചെറുപ്പക്കാരെ ഞാനും കണ്ടു. അതിൽ ഓരോരുത്തരും അവളുടെ മകൻ്റെ സമപ്രായക്കാരാവും. അരുൺ അവരോടൊപ്പം എന്നും കളിക്കാൻ പോയിരുന്നിരിക്കുമോ? ആ സന്ദേഹത്തിൽ എൻ്റെ കയ്യിലെ ചായക്കോപ്പ ഒന്ന് വിറച്ചു. ശബ്ദം കേട്ട് വിമല തിരിയുകയോ എന്നെ നോക്കുകയോ ചെയ്തില്ല. വലിഞ്ഞു മുറുകിയ അവളുടെ മുഖഭാവം അവൾ ഈ ലോകത്തേ ഇല്ലെന്ന് തോന്നിച്ചു. ഞാൻ ചായക്കോപ്പ താഴെ വെച്ചു. പിന്നെ മെല്ലെ അവളുടെ കൈ പിടിച്ചു. അവളുടെ വിരലുകൾ തണുത്തിരുന്നു. മരണത്തോടടുക്കുന്ന ഒരു തണുപ്പ്, മരണത്തിൻ്റെ നിശ്ചലത. സായാഹ്നം ഇരുണ്ടു തുടങ്ങിയിരുന്നു. ശീതക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. തെരുവ് വിളക്കുകൾ തെളിഞ്ഞു. കുട്ടികൾ ഒറ്റയ്ക്കും കൂട്ടായും വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. ഞങ്ങളുടെ എതിർവശത്തെ ഫ്ലാറ്റുകളിലും വിളക്കുകൾ തെളിഞ്ഞു. എല്ലാ വിളക്കുകളും അണഞ്ഞ പോലെ വിമലയുടെ വിളർത്ത മുഖം. ഞാൻ വിമലയുടെ കയ്യിൽ ഒന്ന് അമർത്തി മൃദുവായി ഓർമ്മിപ്പിച്ചു, വാ, അകത്തേക്ക് പോകാം, തണുത്ത കാറ്റിങ്ങനെ കൊള്ളണ്ട. വിമല മിണ്ടിയില്ല. വിമല കോളേജ് കാലം തൊട്ട് എൻ്റെ കൂട്ടുകാരിയാണ്. 4-5 കൊല്ലം ഹോസ്റ്റലിലെ റൂംമേറ്റ്. ഞങ്ങൾ കൈമാറാത്ത രഹസ്യങ്ങളോ സങ്കടങ്ങളോ ഇല്ല. അന്നും ഇന്നും കൈമാറാൻ അത്രയ്ക്കധികം സന്തോഷങ്ങളൊന്നുമില്ലാത്ത 2 ജീവിതങ്ങൾ. വിമലയുടെ മകൻ്റെ മരണവിവരം കേട്ട് അന്വേഷിക്കാൻ വന്നതാണ് ഞാൻ. ഒരേയൊരു മകൻ, ആത്മഹത്യ. ഞാൻ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇതേവരെ വിമല എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്ന് പൊട്ടിക്കരയുകയോ ഉണ്ടായില്ല. അതാണ് എനിക്ക് മനസ്സിലാവാഞ്ഞത്. ആദ്യത്തെ പ്രേമം തകർന്നപ്പോൾ ഒരാഴ്ചയോളം അവൾ നിർത്താതെ കരഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. അതിൽ നിന്ന് ഈ സ്തോഭരഹിതമായ മുഖഭാവത്തിലേക്കുള്ള ദൂരം ഞാൻ മനസ്സുകൊണ്ട് അളക്കുകയായിരുന്നു. ഇരുളിന് കനം കൂടി. ഞങ്ങൾക്ക് പരസ്പരം മുഖം കാണാൻ വയ്യാതെയായി. അവളുടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും അവൾ അവിടെ ഇല്ലെന്ന് തോന്നി. അലോസരപ്പെടുത്തുന്ന ഒരു തോന്നലായിരുന്നു അത്. ഞാൻ മെല്ലെ വിളിച്ചു, വിമലേ. അവൾ മുഖം തിരിച്ച് എന്നെ ഒന്ന് നോക്കി. വീണുടഞ്ഞ കുപ്പിച്ചില്ലിൻ്റെ കഷ്ണം പോലെ ഒരു നോട്ടം. ഞാൻ പറഞ്ഞു, നമുക്ക് സിറ്റിംഗ് റൂമിലേക്ക് ഇരിക്കാം. അവൾ പൊടുന്നനെ തിരിഞ്ഞു. താക്കോൽ കൊടുത്ത പാവയെപ്പോലെ യാന്ത്രികമായി സിറ്റിംഗ് റൂമിലേക്ക് നടന്നു. അവളുടെ നിഴൽ ചുവരിലൂടെ അടിവെച്ച് നീങ്ങുന്നത് നോക്കി, അതിൻ്റെ യാന്ത്രികത നോക്കി ഞാൻ 2 നിമിഷം കൂടി അവിടെ തന്നെ നിന്നു. റൂമിലേക്ക് ചെന്ന് അവൾ ലൈറ്റ് ഇടാതെ ഇരുണ്ട സോഫയിൽ മറ്റൊരു ഇരുട്ട് ഘനീഭവിച്ച പോലെ ഇരിപ്പുറപ്പിച്ചിരുന്നു. ഞാൻ അവൾക്കെതിരെ ഇരുന്നു. 2 കൽപ്പിച്ച് ഞാൻ ചോദിക്കുകയാണ്, വിമലേ, നമ്മുടെ അപ്പൂന് എന്താ പറ്റിയത്? ഇരുട്ടിൽ അവളുടെ കണ്ണിലൊരു തിളക്കമായി കണ്ണുനീരിൻ്റെ നനവ് കണ്ടു എന്ന് തോന്നി. അവൾ ചോദിച്ചത്, രാത്രി നിനക്ക് എന്താണ് വേണ്ടത്, ചപ്പാത്തിയോ ചോറോ എന്നായിരുന്നു. തീർത്തും സ്തബ്ധയായി ഞാൻ അവളെ നോക്കിയിരുന്നു പോയി. അനേകം താഴിട്ട് പൂട്ടിയ ഒരു കോട്ട പോലെയാണ് അവളെന്ന് എനിക്ക് തോന്നി. ഏതു വാക്കാണ് താക്കോലാവുക എന്നറിയാതെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, വിമലെ, അപ്പു എന്തിനാണത് ചെയ്തത്? പിന്നെ നിർത്താതെ
ബാലിശമായ ഒരുതരം വൈരാഗത്തോടെ അപ്പുവിനെ ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് അവനോടായെന്ന വണ്ണം ഞാൻ നിർത്താതെ പറഞ്ഞുപോയി. എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? പ്രേമനൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന മജനുമാരുണ്ടോ ഇപ്പോഴും? നീയും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അവന്റെ പപ്പയുടെ ഓമനയായിരുന്നല്ലോ അവൻ. പിന്നെന്താണ് വിമലെ? എന്താണ്? എന്തായാലും പറ. ഇരുട്ടിൽ നിന്ന് വിമലയുടെ മന്ത്രമായ മറു ചോദ്യം ഉയർന്നു. എന്തായാലും ഇനി എന്താണ്? എനിക്കുത്തരം മുട്ടി. അതെ, എന്തായാലും ഇനി എന്ത് പ്രസക്തി? നിരന്തരമുള്ള വെട്ടുകൾക്കെതിരെ ഉയർത്തിയ പരിചയായി അന്തരീക്ഷത്തിൽ അവളുടെ ചോദ്യം നിന്നു. നിഷ്കരുണം ഞാൻ വീണ്ടും ആഞ്ഞുവെട്ടി. എന്നു പറഞ്ഞാൽ എങ്ങനെയാ വിമലെ? ക്ഷോഭത്തിൽ എന്റെ സ്വരം ഉലഞ്ഞു. നമ്മൾ വളർത്തുന്ന ഒരു കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്, ഒരു നട്ടുച്ചയ്ക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണ് ലോകത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് നമ്മളെ വിട്ട്. അതിന്റെ കാരണം അറിയണ്ടേ? അറിയാൻ നമുക്ക് സ്വസ്ഥത കിട്ടുമോ? അവളുടെ കൈകൾ എന്റെ കൈകൾക്കുള്ളിൽ നേരിയതായി വിറയ്ക്കുന്നത് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ വെട്ടും തടയും കഴിഞ്ഞുള്ള പൊടിപടലം അടങ്ങിയ മൂകതയിൽ പെട്ടെന്നവൾ പറഞ്ഞു തുടങ്ങി. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാൻ കിടന്നു. അവൻ അപ്പുറത്തെ മുറിയിൽ ഗിറ്റാർ വായിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണത്. ഇടയ്ക്കെപ്പോഴും അവൻ കടന്നു വന്നു. എൻ്റെ മൊബൈലിന് നേരെ കൈനീട്ടി. അത് നോക്കാതെ തിരിച്ചു തന്നു. എൻ്റെ കണ്ണിലേക്ക് കുറേ നേരം സങ്കടത്തോടെ നോക്കി നിന്ന അവൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഞാൻ സ്വസ്ഥമായി ഉറങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞ് ചായയുമായി ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴാണ് എൻ്റെ ഹൃദയം പ്രകമ്പനം കൊണ്ടു. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സമുദ്രത്തിൽ തിരമാലകളുടെ തല്ലേറ്റ് നിർമ്മമായി നിൽക്കുന്ന ഒരു സമുദ്രശില പോലെ ഇരുന്നു വിമല. ഞാൻ അവളുടെ കൈ പിടിച്ചു. അവൾ എൻ്റെ കൈ മെല്ലെ തലോടി. ഞാൻ ലജ്ജയില്ലാതെ കരയാൻ തുടങ്ങി. എൻ്റെ വിമല, പാവം വിമല. എനിക്ക് ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു മാത്രം ഓർമ്മ വന്നു, അവരെ ചൊല്ലിക്കേഴുന്ന അമ്മമാരെയും. ഇപ്പോഴും ആ നേരമാകുമ്പോൾ ഒരാന്തൽ വരും, വിമല താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഏതാണ്ട് ഒരു സ്വകാര്യം പോലെ. അത് കേട്ട് ഞാൻ ആകെ ആളിക്കത്തുന്നതായി എനിക്ക് തോന്നി. ഞങ്ങൾക്കിടയിൽ മൗനം, ഇപ്പോൾ അലയടങ്ങിയ ഇരുണ്ട കടൽ പോലെ. നിനക്കറിയുമോ? വിമല പിന്നെയും പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ കുറേ പരതി. മരിക്കണം നിശ്ചയിച്ചുറപ്പിച്ചവരാണ് കഴുത്തിൽ കുരുക്കിടുന്നതത്രേ. അതിന് അപാര ധൈര്യം വേണം. മറ്റെല്ലാറ്റിലും, ഞരമ്പ് മുറിക്കലിലും മണ്ണെണ്ണ ഒഴിച്ച് കത്തുന്നതിലും കായൽ ചാടുന്നതിലും ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമെന്ന് അവസാന നിമിഷം വരെ അബോധപൂർവമായെങ്കിലും ആഗ്രഹിക്കുമത്രേ. ആത്മകഥമെന്ന പോലെ വിമലയുടെ ചോദ്യമുയർന്നു. മരണത്തെ അഭിമുഖീകരിക്കാൻ കാണിച്ച ചങ്കുറപ്പ് എന്താ എൻ്റെ മോന് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ ഉണ്ടാവാഞ്ഞത്? പറയേ. എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. നിർത്ത്, നിർത്ത്, ഞാൻ ഒച്ചയിട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പാലൂട്ടി താരാട്ടി കാലോ കയ്യോ വളരുന്നെന്ന് നോക്കി നമ്മുടെ നെഞ്ചിൽ ചവിട്ടിക്കുതിച്ച് വളരുന്ന ഈ കുഞ്ഞുങ്ങളെ അവസാന നിമിഷം പിരിഞ്ഞു പോകുമ്പോഴെങ്കിലും പിൻവിളി വിളിക്കാൻ നമ്മെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് കഴിയാതെ പോകുന്നത് എന്താ ദൈവമേ? വിമല മുഖം തിരിച്ച് ആദ്യമായി എൻ്റെ മുഖത്തേക്ക് ഒരക്ഷരം പറയാതെ നോക്കി. ആ നോട്ടം ജന്മാന്തരങ്ങളുടെ കത്തിമുനയിൽ കോർത്ത് കിടന്ന് പിടയുന്ന ആ നോട്ടം. അവൾ പറയുകയായിരുന്നു, എത്രയോ ശാന്തവും
വിനമ്രവുമായ സ്വരത്തിൽ. ഒരുപക്ഷെ ഞാൻ അവന് നല്ല അമ്മ അല്ലായിരുന്നിരിക്കാം. അടുത്ത ജന്മം നീ അവനെ മകനായി സ്വീകരിക്കുമോ? പറയ, നീ നല്ല അമ്മയല്ലേ? കടലകളിൽപ്പെട്ട് ഉഴറുന്ന ഒരു പുൽനാമ്പനെ എന്ന പോലെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. നെറുകയിൽ മൃദുവായൊരു ഉമ്മ കൊടുത്ത് ഞാൻ പറഞ്ഞു, സാരമില്ല, സാരമില്ല വിമലെ. അവനിപ്പോൾ എവിടെയെങ്കിലും പുനർജനിച്ച് ഏതെങ്കിലും തൊട്ടിലിൽ കൈകാലിട്ടടിച്ച് കളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പരലോകത്ത് സുഖമായി ഇരിക്കുന്നുണ്ടാവും. ഈശ്വരനിൽ, പുനർജന്മത്തിൽ, മരണാനന്തര ജീവിതത്തിലൊക്കെ നിനക്ക് വിശ്വാസമില്ലേ? എൻ്റെ കൈകളിൽ നിന്ന് ഊർന്നു മാറി നേരെ മുഖത്ത് നോക്കി ചുണ്ടുകൂട്ടിയൊരു ചിരിയോടെ അവൾ ചോദിച്ചത് അപ്പോഴാണ്. വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ? മരണാനന്തര ജീവിതമാണല്ലോ ഞാനിപ്പോൾ ജീവിക്കുന്നത്.